Dear students, Plus 1 Computer Science, Chapter 11, Computer Networks, Part 3. In the last class, we discussed about the communication medium, and the communication medium has two types, gated medium and ungated medium. Gated medium means wired medium. For example, we discussed about the coaxial cable, optical fiber cables, and twisted pair cables. Today, we are discussing about the ungated medium or wireless medium. That means we use the electromagnetic waves. Electromagnetic waves are used for wireless communication, computer networks. അപ്പോൾ നമ്മൾ അൺഗൈഡഡ് മീഡിയത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ദ ഫ്രീക്വൻസി ഓഫ് ദി വേവ്സ് ആർ മെഷേർഡ് ഇൻ ദി ഹെർട്സിലാണ് നമ്മൾ ഫ്രീക്വൻസി മെഷർ ചെയ്യാറ്. ആൻഡ് based on their frequencies, electromagnetic waves are categorized into various type. ഓരോ മീഡിയത്തിൽ നമ്മൾ പാസ് ചെയ്യുമ്പോൾ വയർലെസ് മീഡിയം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി ആയിരിക്കും തരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഫ്രീക്വൻസി ബേസിൽ അൺഗൈഡഡ് മീഡിയം ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന എക്സാമ്പിൾസാണ് റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ് ആൻഡ് ഇൻഫ്രാറെഡ് റേസ്. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നിനെ കുറിച്ചും റേഡിയോ വേവ് എന്താണ്, മൈക്രോവേവ് എന്താണ്, ഇൻഫ്രാറെഡ് എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സിൻ്റെ ഫ്രീക്വൻസി എന്നുള്ളത് 3 kHz to 3 GHz ആണ്. ആൻഡ് നമ്മൾ റേഡിയോ വേവ്സ് ഷോർട്ട് ഡിസ്റ്റൻസിന് അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ഗോ ഓവർ ദി വാൾസ് ഓഫ് ദി ബിൽഡിംഗ് ഈസിലി. ബിൽഡിങ്ങുകൾക്കും അല്ലെങ്കിൽ ചുമര് കവർ ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേഡിയോ വേവ്സ് പാസ് ചെയ്യാനായിട്ട് വരും. അതായത് ഏതൊരു ഒബ്ജക്റ്റ് കൂടി നമുക്ക് റേഡിയോ വേവ്സ് പെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡോർ അല്ലെങ്കിൽ ഔട്ട്ഡോറിലും റേഡിയോ വേവ്സ് സാധാരണയായിട്ട് കമ്മ്യൂണിക്കേഷനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. കോഡ്ലെസ് ഫോൺസ്, അതുപോലെ AM ആൻഡ് FM റേഡിയോ, ദാറ്റ് മീൻസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അതുപോലെ തന്നെ ഫ്രീക്വൻസി മോഡുലേഷൻ റേഡിയോ ബ്രോഡ്കാസ്റ്റും, അതുപോലെ തന്നെ മൊബൈൽ ഫോൺസിലൊക്കെ നമ്മൾ റേഡിയോ വേവ് ട്രാൻസ്മിഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പറയാം റേഡിയോ വേവ്സ് ഹാവ് എ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് 3 kHz to 3 GHz, and it can be used for short and long distance, and it can be easy to generate and can go over the walls of a building easily. And radio waves are widely used for communication in both the indoor and outdoors. And cordless phones, AM, that means amplitude modulation and frequency modulation radio broadcast are, and mobile phones make use of radio wave transmission. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ തന്നെ കണ്ടിട്ടുണ്ട്, നമുക്ക് കണ്ടാവും ഒരു ടവർ പോലെ അതിൽ നിന്ന് റേഡിയോ വേവ് നമുക്ക് പാസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വേവ്സ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻസ്. വേവ്സ് നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ വേണമെന്നില്ല. അപ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെയർഫോർ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിങ് ആൻറ്റിനാസ് നീഡ് നോട്ട് ബി അലൈൻഡ് ഫേസ് ടു ഫേസ്. ഏത് ഡയറക്ഷനിൽ കൂടെയും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്ന ആൻറ്റിനേഴ്സും ഫേസ് ടു ഫേസ് അലൈൻ ചെയ്യണമെന്നില്ല. ആൻഡ് റിലേറ്റീവ്ലി ഇറ്റ് ഈസ് വയേർഡ് മീഡിയനെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ് ആൻഡ് ക്യാൻ പെനട്രേറ്റ് ത്രൂ മോസ്റ്റ് ഒബ്ജക്റ്റ്. ഒരുവിധപ്പെട്ട എല്ലാ ഒബ്ജക്റ്റുകളെയും നമുക്ക് പെനട്രേറ്റ് ചെയ്യാനായിട്ട് റേഡിയോ വേവ്സ് പെനട്രേറ്റ് ചെയ്യും. ആൻഡ് ട്രാൻസ്മിഷൻ ക്യാൻ അഫക്റ്റഡ് ബൈ മോട്ടോഴ്സ് ഓർ അതർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. എന്തെങ്കിലും അങ്ങനെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ട്രാൻസ്മിഷൻ, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ അഫക്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും മോട്ടോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് മൂലമൊക്കെ ട്രാൻസ്മിഷൻ അഫക്റ്റ് ചെയ്യാം. ആൻഡ് ലെസ് സെക്യൂർ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ട്രാൻസ്മിഷൻ്റെ ഇവിടെ സെക്യൂരിറ്റി ലെസ് ആണ്. ദാറ്റ് മീൻസ് ലെസ് സെക്യൂർ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ആൻഡ് പെർമിഷൻ ഫ്രം അതോറിറ്റീസ് കൺസേൺഡ് ആർ റിക്വയർഡ് ഫോർ ദി യൂസ് ഓഫ് റേഡിയോ വേവ് ട്രാൻസ്മിഷൻ. നമുക്ക് അങ്ങനെ ഒരു റേഡിയോ വേവ് ട്രാൻസ്മിഷൻ യൂസ് ചെയ്യണമെങ്കിൽ കൺസേൺഡ് അതോറിറ്റിയുടെ പെർമിഷൻസൊക്കെ നമുക്ക് വേണ്ടിവരും. ഇതാണ് അതിൻ്റെ ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ ബാൻഡിൻ്റെ ഒരു സ്പെക്ട്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സാറ്റലൈറ്റ് ഡൗൺലോഡ് ലിങ്ക് അതുപോലെ ബ്രോഡ്കാസ്റ്റ്, TV, AM റേഡിയോ ആൻഡ് ടെലിഫോൺ ലൈൻസിലേക്കൊക്കെ അതിൻ്റേതായ സ്പെക്ട്രമാണ് ഇവിടെ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയാണ് റേഡിയോ വേവ്സിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇത് ക്യാൻ പെനട്രേറ്റ് ത്രൂ മോസ്റ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആൻഡ് ഏത് ഡയറക്ഷനിൽ കൂടെ പാസ് ചെയ്യുന്ന കാരണമുണ്ട്. ആൻറ്റിനാസ് റിസീവിങ് ആൻറ്റിനയും അതുപോലെ തന്നെ സെൻഡിങ് ആൻറ്റിനയും തമ്മിൽ ഫേസ് ടു ഫേസ് അലൈൻ ചെയ്യേണ്ട കാര്യമില്ല. ദെൻ ലെസ് സെക്യൂർ മോഡ് ഓഫ് ട്രാൻസ്മിഷനാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് റേഡിയോ വേവ് ട്രാൻസ്മിഷൻ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത് എൻ്റെ ഒരു കൺസേൺഡ് അതോറിറ്റിയുടെ പെർമിഷൻസൊക്കെ നമുക്ക് ആവശ്യമാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് മൈക്രോവേവ്സ്. നമ്മൾ
റേഡിയോ വേവ്സിൽ 3 കിലോ ഹെഡ്സ് ടു 3 ജിഗാ ഹെഡ്സ് ആണ് അതിൻ്റെ ഫ്രീക്വൻസി പറഞ്ഞത്. ഇനി മൈക്രോവേവ് എന്തായി 300 മെഗാ ഹെഡ്സ് ടു 300 ജിഗാ ഹെഡ്സിലേക്കാണ് അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. മൈക്രോവേവ്സിൽ 300 മെഗാ ഹെഡ്സ് ടു 300 ജിഗാ ഹെഡ്സ് ആണ് ഫ്രീക്വൻസി വരുന്നത്. ആൻഡ് നമ്മൾ റേഡിയോ വേവ്സിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ മൈക്രോവേവ്സിൽ എങ്ങനെയാണ്? മൈക്രോവേവ് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലൂടെ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ കനോട്ട് പെനട്രേറ്റ് എനി സോളിഡ് ഒബ്ജക്റ്റ്. റേഡിയോ വേവിൽ എങ്ങനെയായിരുന്നു? പെനട്രേറ്റ് ത്രൂ എനി ഒബ്ജക്റ്റ് ആയിരുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് മൈക്രോവേവ്സ് travel in straight line only, so it cannot penetrate any solid object, and the high towers are built and microwave antennas are fixed on their top for long distance microwave communication. These waves travel in straight lines, so the antennas used for transmitting and receiving messages have to be aligned with each other. റേഡിയോ വേവ്സിൽ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫേസ് ടു ഫേസ് ആയിട്ട് അലൈൻ ചെയ്യേണ്ട റിസീവിങ് ആൻറ്റിനയും അതുപോലെ തന്നെ സെൻഡിങ് ആൻറ്റിനയും തമ്മിൽ അലൈൻ ചെയ്യേണ്ട കാര്യമില്ല, ഫേസ് ടു ഫേസ് ആയിട്ട് അലൈൻ ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് മൈക്രോവേവ് ദ ട്രാവൽ ഇൻ ഓൺലി സ്ട്രേറ്റ് ലൈൻ, സോ ദീസ് വേവ് ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻ, സോ ദി ആൻറ്റിനാസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിങ് മെസ്സേജസ് ഹാവ് ടു ബി അലൈൻഡ് വിത്ത് ഈച്ച് അതർ. ഓരോന്നും നമ്മൾ അലൈൻ ചെയ്തിരിക്കണം. ആൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു മൈക്രോവേവ് ടവേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ മെനി ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് ഫ്രീക്വൻസി ഓഫ് ദി വേവ്സ് ബീയിങ് യൂസ്ഡ് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ടവേഴ്സ്. ടവറിൻ്റെ ഹൈറ്റും അതുപോലെ ആ ഫ്രീക്വൻസി വേവ്സിൻ്റെ ഫ്രീക്വൻസി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് രണ്ട് മൈക്രോവേവ് ടവേഴ്സിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ മൈക്രോവേവ്സ് എന്നുള്ളത് 300 മെഗാ ഹെർട്സ് ടു 300 ജിഗാ ഹെർട്സ് ആണ് അതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. ക്യാൻ ട്രാവൽ ഓൺലി ഇൻ സ്ട്രേറ്റ് ലൈൻ, ആൻഡ് സോ ബിക്കോസ് ഓഫ് ദി സ്ട്രേറ്റ് ലൈൻ ട്രാവലിംഗ് ഇറ്റ് cannot penetrate any solid object, and the towers are built in the high towers are built and microwave antennas fixed on their top for a long distance microwave communication. Because of the straight line traveling, the antennas used for transmitting and receiving messages must be aligned with each other, and the distance between two microwave towers depends on the many factors. The factors may be the frequency of the waves being used in the height of the towers, and the characters are, it is same as radio waves. Radio waves is also inexpensive, so compared to wired media, microwave is also relatively inexpensive, offers ease of communication of difficult terrain. Difficult terrain നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരെ സാധിക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ഓൺലി ട്രാൻസ്മിഷൻ is in straight line only, therefore transmitting and receiving antennas need to be properly aligned. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കണ്ടാൽ തന്നെ അറിയാം സ്ട്രേറ്റ് ലൈനിലായിട്ട് പാസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് അതുപോലെ റിസീവിങ് ആൻറ്റിനാസ് പ്രോപ്പറായിട്ട് നമ്മൾ അലൈൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയാണ് മൈക്രോവേവിൽ പറഞ്ഞത്. സ്ട്രേറ്റ് ലൈനായിട്ട് ട്രാവൽ ചെയ്യുള്ളൂ. വൈഡ് മീഡിയനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻഎക്സ്പെൻസീവ് ആണ്. ഡിഫിക്കൽട്ട് ടെറൈനിൽ വരെ നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സ്ട്രേറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ റിസീവിങ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനാസ് പ്രോപ്പറായിട്ട് നമ്മൾ അലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. And the next is infrared waves. Infrared waves 300 GHz to 400 THz വരെയാണ് അതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. അത് നമ്മൾ ആദ്യം പഠിച്ചത് റേഡിയോ വേവ്സ് ആയിരുന്നു. 3 kHz to 3 GHz ആയിരുന്നു. അതിന് ശേഷം നമ്മൾ മൈക്രോവേവ്സിൽ എന്ത് പഠിച്ചു? 300 GHz to 300 GHz വരെയാണ് നമ്മൾ പഠിച്ചത്. ആൻഡ് ഇൻഫ്രാറെഡ് ടൈപ്പ് എന്ത് 300 GHz to 400 THz വരെയാണ് നമ്മൾ പഠിച്ചത്. മൈക്രോയിൽ 0.3 GHz to 300 GHz വരെയായിരുന്നു. ഇൻഫ്രാറെഡിൽ 300 GHz to 400 THz വരെയായി അതിൻ്റെ റേഞ്ച്. ആൻഡ് നമ്മൾ പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് ഷോർട്ട് റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ്ലി
5 മീറ്റർ വരെയുള്ള ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ് ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ കൺട്രോളിങ് ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഹോം എൻ്റർടൈൻമെൻറ്റ് റിമോട്ട് കൺട്രോൾ ഡിവൈസ്, നമ്മൾ വീടുകളിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന റിമോട്ട് കൺട്രോൾ ഡിവൈസസ്, കോഡ്ലെസ് മൗസ് ആൻഡ് ഇൻട്രഷൻ ഡിറ്റക്ടേഴ്സ്, ഇതൊക്കെയാണ് ഇതിന് സാധാരണയായിട്ട് നമ്മൾ ഇൻഫ്രാറെഡ് അപ്ലൈ ചെയ്യുന്ന ചില ഡിവൈസസ്. അപ്പോൾ 300 GHz to 400 THz വരെയാണ് നമ്മൾ ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. ഷോർട്ട് റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്രോക്സിമേറ്റ് 5 മീറ്റർ ഡിസ്റ്റൻസിലേക്കൊക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്ത് ഇൻ എ വെറൈറ്റി ഓഫ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ, മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ ആപ്ലിക്കേഷൻസ്. ഹോം എൻ്റർടൈൻമെൻറ്റ് റിമോട്ട് കൺട്രോൾ ഡിവൈസസ്, അതുപോലെ കോഡ്ലെസ് മൗസ്, ഇൻട്രൂഷൻ ഓഫ് ഡിറ്റക്ടേഴ്സ്, ഇങ്ങനെയുള്ള ഡിവൈസസിലൊക്കെയാണ് സാധാരണയായിട്ട് ഇൻഫ്രാറെഡ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാറുള്ളത്. ക്യാരക്ടേഴ്സ്: എ ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷൻ, ഹെൻസ് ഇൻഫർമേഷൻ പാസ്ഡ് ടു വൺ ഡിവൈസ് ഈസ് നോട്ട് ലീഗൽ. നമ്മൾ ട്രാൻസ്മിഷൻ ചെയ്യാം, അറ്റ് എ ടൈമിൽ ഒരു ഡിവൈസിലേക്ക് മാത്രമേ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വൺ ഡിവൈസ് ഇറ്റ് ഈസ് നോട്ട് ലീക്ക്ഡ്. ഓൺലി 2 ഡിവൈസസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് അറ്റ് എ ടൈം. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എ എന്നുള്ളൊരു ഡിവൈസും ബി എന്നുള്ളൊരു ഡിവൈസും മാത്രം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അറ്റ് എ ടൈമിൽ നമുക്ക് ഒന്നിലേക്ക് മാത്രം. അപ്പോൾ 2 ഡിവൈസസ് ഉണ്ടെങ്കിൽ അതിൽ ഒന്നിലേക്ക്, ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് മാത്രം അല്ലെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരിക്കുള്ളൂ. ദ വേവ്സ് കനോട്ട് ക്രോസ്ഡ് സോളിഡ് ഒബ്ജക്ട്സ് ഒന്നും ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. യു മേ സ്റ്റാൻഡ് ബിറ്റ്വീൻ ദി റിമോട്ട് കൺട്രോൾ ആൻഡ്, നമുക്ക് നോക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് റിമോട്ടും ടി വിയുടെ റിമോട്ടും ടി വിയിലേക്ക് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു സോളിഡ് ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സിഗ്നൽസ് പാസ് ചെയ്യില്ല. അതുപോലെ റിമോട്ട് കുറച്ച് അകലേക്ക് നമ്മൾ ആ ടി വിയിൽ നിന്ന് കുറച്ച് അകലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് അതുപോലെ വീക്കാവുകയും ചെയ്യും. അതാണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. ലോങ്ങർ ദ ഡിസ്റ്റൻസ് വീക്കർ ദി പെർഫോമൻസ്. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺസിലൊക്കെ വൈഫൈ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് യൂസ് ചെയ്തൊക്കെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ തന്നെ, എന്തെങ്കിലും ട്രാൻസ്മിഷൻ ചെയ്യുന്ന പോലെ തന്നെ അതിന് മുൻപൊക്കെ ആയിട്ട് നമ്മൾ ഇൻഫ്രാറെഡ് വേവ്സൊക്കെ യൂസ് ചെയ്തിട്ടും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നിങ്ങൾ പലവരും ചിലപ്പോൾ കണ്ടിട്ടൊക്കെ ഉണ്ടാകും, ആ മൊബൈൽസ് തമ്മിൽ അധികം ദൂരത്തേക്ക് നമ്മൾ വെക്കില്ല. മാക്സിമം എത്രത്തോളം നമുക്ക് അടുത്ത് വയ്ക്കാമോ അത്രത്തോളം യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഡാറ്റ അല്ലെങ്കിൽ എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ളത് ആ ട്രാൻസ്മിഷൻ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് പറയും ഇൻഫ്രാറെഡ് വേവ്സ് ഫ്രീക്വൻസി റേഞ്ച് 300 GHz to 400 THz ആണ്. മാക്സിമം 5 മീറ്റർ ഷോർട്ട് റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഹോം എൻ്റർടൈൻമെൻറ്റ്, റിമോട്ട് കൺട്രോൾ ഡിവൈസസ്, കോഡ്ലെസ് മൗസ്, ഇൻട്രൂഷൻ ഡിറ്റക്ടേഴ്സ്, ഇതിനൊക്കെയാണ് സാധാരണയായിട്ട് ഇൻഫ്രാറെഡ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദി ക്യാരക്ടേഴ്സ്: എ ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെസ്സേജ് ഇൻഫർമേഷൻ ലീക്ക് ആവാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അറ്റ് എ ടൈമിൽ ഓൺലി 2 ഡിവൈസസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് അറ്റ് എ ടൈം ആൻഡ് ദി വേവ്സ് കനോട്ട് ക്രോസ് സോളിഡ് ഒബ്ജക്ട്സ്. ദ ലോങ്ങർ ഡിസ്റ്റൻസ് ദ വീക്കർ ദി പെർഫോമൻസ്. അപ്പോൾ ഇത്രയാണ് ഇൻഫ്രാറെഡ് വേവ്സിൽ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് അൺഗൈഡഡ് മീഡിയ ആണ്, അതായത് വയർലെസ് മീഡിയം. അതിൽ 3 ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് വയർലെസ് മീഡിയ നമ്മൾ 3 കാറ്റഗറിയായിട്ടാണ് പഠിച്ചത്. ഫസ്റ്റ് വൺ റേഡിയോ വേവ്സ്, ദെൻ മൈക്രോവേവ്സ്, അതുപോലെ ഇൻഫ്രാറെഡ് വേവ്സ്. ഈ 3 എണ്ണം ആണ് നമുക്ക് അൺഗൈഡഡ് മീഡിയത്തിൽ, കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് റേഡിയോ വേവ്സ് ആണ്. 3 kHz to 3 GHz വരെ പഠിച്ചു. അതിനുശേഷം മൈക്രോവേവിൽ 0.3 GHz to 300 GHz വരെയും. അതിനുശേഷം ഇൻഫ്രാറെഡിൽ ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിലും അതിൻ്റെ റേഞ്ച് എങ്ങനെ വരുന്നത് 300 GHz to 400 THz. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കമ്പാരിസൺ സ്റ്റഡിയും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എല്ലാവരും നോക്കുക. ഹോപ്പ് ഓൾ ദീസ് ടോപ്പിക്സ് ആർ ക്ലിയർ ടു യു. താങ്ക് യു സ്റ്റുഡൻസ്.